ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ ആദ്യത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ്. ആദ്യത്തെ പാഠഭാഗമായ പ്യാർ, അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷനും അതോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്കിലെ മുഴുവൻ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതോടൊപ്പം തന്നെ പുതിയ ടെക്സ്റ്റ് ബുക്കായ ഇംഗ്ലീഷ്, മാത്സ്, ഇതിലൊക്കെ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. രണ്ടാമത്തെ പാഠത്തിൻ്റെ പേരെന്താണ്? സാഫ് സഫായി മേ അവൽ ഗാവ്. സാഫ് സഫായി മേ അവൽ ഗാവ്, ഇതാണ് രണ്ടാമത്തെ പാഠത്തിൻ്റെ പേര്. അതായത് ശുചിത്വത്തിൽ ഒന്നാം സ്ഥാനമുള്ള ഗ്രാമം. സാഫ് സഫായി എന്ന് പറഞ്ഞാൽ എന്താണ്? ശുചിത്വം. സാഫ് സഫായി എന്ന് പറഞ്ഞാൽ എന്താണ്? ശുചിത്വം, ക്ലീൻ. ഓക്കെ. അവൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, ഒന്നാമത്. ഗാവ് എന്ന് പറഞ്ഞാൽ ഗ്രാമം. അപ്പോൾ എന്താണ് അർത്ഥം? ശുചിത്വത്തിൽ ഒന്നാം സ്ഥാനമുള്ള ഗ്രാമം. ഇതാരാണ് എഴുതിയത്? ഗാലിബ് കലീം. ക്ലീൻ ആയിട്ടുള്ള ഒരു ഗ്രാമമാണ്, ഒരു വില്ലേജാണ് മാവ്ലിനോഗ്. അതായത് മാവ്ലിനോഗ്. അപ്പോൾ ആ ഗ്രാമത്തെക്കുറിച്ചുള്ള ഒരു പാഠഭാഗമാണ് ഇതിലുള്ളത്. അപ്പോൾ ആ ഗ്രാമവാസികൾ അവരുടെ ഗ്രാമം വൃത്തിയോടെ സൂക്ഷിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. एशिया के सबसे साफ सुथरा गाँव മാവ്ലിനോഗ് മേഘാലയ മേ ഹെ. അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള, ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഗാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വില്ലേജ്, ഗ്രാമം. എവിടെയാണുള്ളത്? മേഘാലയ മേ ഹെ. എവിടെയാണുള്ളത്? മേഘാലയത്തിലാണ്. അപ്പോൾ ഏഷ്യക്ക് സബ്സെ സാഫ് സുഥര ഗാവ് മാവ്ലിനോഗ് मेघालय में है. साल 2003 में इस गांव को एशिया के सबसे साफ सुथरे गांव के तौर पर चुना गया. അപ്പോൾ 2003 എന്താ സംഭവിച്ചത്? ഈസ് ഗാവ്കോ, ഈ ഗ്രാമത്തെ ഏഷ്യയിലെ ഏറ്റവും നല്ല സാഫ് സുഥര, നല്ല വൃത്തിയുള്ള ഗാവ്കെ ദോർപർ ചുനാഗയ, ഗ്രാമം എന്ന രീതിയിൽ സെലക്ട് ചെയ്തു, തിരഞ്ഞെടുത്തു. ഈസ് ഗാവ് കി സബ്സെ ബഡി ഖാസിയത്ത് യേ ഹേ കി. അപ്പോൾ ഈ ഗാവിൻ്റെ സബ്സെ ബഡി ഖാസിയത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഖാസിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സവിശേഷത അല്ലെങ്കിൽ ഫീച്ചർ, പെക്യുലാരിറ്റി, സ്പെഷ്യാലിറ്റി എന്നൊക്കെ പറയാം. ഖാസിയത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകത. എന്താണ് പ്രത്യേകത? കി യഹാം കി സാരി സഫായി ഗാവ് വാലെ ഖുദ് ഹി കർത്തേ ഹെ. അപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടുത്തെ സാഫ് സഫായി, ഇവിടുത്തെ വൃത്തിയാക്കൽ, അതായത് സാരി സാഫ് സഫായി, മുഴുവൻ വൃത്തിയാക്കലും ഗാവ് വാലെ എന്ന് പറഞ്ഞാൽ ഗ്രാമവാസികൾ ഖുദ് ഹി കർത്തേ ഹെ, സ്വന്തം ചെയ്യാണ്. ഖുദ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം ചെയ്യാണ്. ഓക്കെ. സ്വച്ഛതയ്ക്ക് ലിയേ യഹാം കെ ലോഗ്, വൃത്തിക്ക് വേണ്ടി ഇവിടുത്തെ ആളുകൾ കിസി തരയ്ക്ക് പ്രശാസൻ പർ നിർഭർ നഹി ഹെ. അപ്പോൾ വൃത്തിയാക്കലിനായി ഇവിടുത്തെ ആളുകൾ ഒരു ഭരണകൂടത്തെയും ആശ്രയിക്കുന്നില്ല, അവർ തന്നെ വൃത്തിയാക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ നോക്കുകയെന്ന് വെച്ചാൽ എന്താണ്? റോഡിലൊക്കെ ക്ലീൻ ചെയ്യാൻ നമ്മൾ രാവിലെ തന്നെ ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് കോർപ്പറേഷനിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നൊക്കെ ആൾക്കാരുണ്ടാവും. ഓക്കെ. എന്നാൽ അവിടെയുള്ള ഗ്രാമവാസികൾ, മാവ്ലിനോഗ് എന്ന ഗ്രാമത്തിലെ ആളുകാർ അവരവരുടെ ഗ്രാമം സ്വന്തം ശുചിയാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഖാസിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യേകത. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. ഇസ് ചോട്ടെ സെ ഗാവ് മേ പ്ലാസ്റ്റിക് പൂരി തരസ് പ്രതിബന്ധിത് ഹെ. അപ്പോൾ ഈ ഒരു ചെറിയ ഗ്രാമത്തിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. പ്രതിബന്ധിത് എന്ന് പറഞ്ഞാൽ എന്താ? നിരോധിക്കുക. പ്രതിബന്ധിത് എന്ന് പറഞ്ഞാൽ എന്താണ്? നിരോധിക്കുക. ഗാവ് മേ ജഗ ജഗ ബാസ്, ഗാവിൽ, ആ വില്ലേജിൽ ജഗ ജഗ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലായി ബാൻസെ എന്ന് പറഞ്ഞാൽ എന്താണ്? മുള കൊണ്ട് മാംസെ ബനെ ഹുയെ ഡസ്റ്റ്ബിൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? മുള കൊണ്ടുണ്ടാക്കിയ ഡസ്റ്റ്ബിൻ ലഗായെ ഗയേ ഹെ. അപ്പോൾ ഗാവിൻ്റെ പല ഭാഗത്തായി, വില്ലേജിൻ്റെ പല ഭാഗത്തായി ഡസ്റ്റ്ബിൻ ഉണ്ട്. അത് എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? ബാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുള കൊണ്ടുണ്ടാക്കിയ ഡസ്റ്റ്ബിന്നാണ്. महिला पुरुष और बच्चों समेत किसी भी गाँव वाले को अगर कहीं गंदगी नज़र आती है तो वे फ़ौरन सफाई में लग जाते हैं.
അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? മഹിള, മഹിള എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ, പുരുഷന്മാർ, ഓർ ബച്ചോം കുട്ടികളും, കിസി ബി ഗാവ്വാലേക്കോ, ഏതെങ്കിലും ഗ്രാമവാസികൾ ആരുടെയെങ്കിലും കണ്ണിൽപ്പെട്ടാൽ, കഹി ഗന്ദഗി എന്ന് പറഞ്ഞാൽ വൃത്തികേട്, മാലിന്യം, എവിടെയെങ്കിലും നസർ ആത്തി ഹെ എന്ന് പറഞ്ഞാൽ കണ്ണിൽപ്പെട്ടാൽ, ശ്രദ്ധയിൽപ്പെട്ടാൽ, തോ വേ ഫോറൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ആ വില്ലേജിലെ ജനങ്ങൾ എന്തൊക്കെ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കും. എന്തെങ്കിലും മാലിന്യം എവിടെയെങ്കിലും കണ്ടാൽ അവരെല്ലാവരും പെട്ടെന്ന് തന്നെ വൃത്തിയാക്കും. ഓക്കെ. सफाई के प्रति उनकी जागरूकता का अंदाज़ा तुम इस बात से लगा सकते हो कि अगर सड़क पर चलते हुए उन्हें कहीं भी कचरा नज़र आए तो वे पहले कचरे को डस्टबिन में डालते हैं. ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ഇവർ ഭയങ്കര ജാഗരൂകരാണ്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ നടന്നു പോകുമ്പോൾ അവരുടെ കണ്ണിൽ എന്തെങ്കിലും ഒരു ചപ്പുചവറ് കണ്ടാൽ അത് ചവറ്റുകുട്ടയിൽ ഇട്ടിട്ട് മാത്രമേ അവർ മുന്നോട്ട് പോവുകയുള്ളൂ. അത്രയും അവർ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. സഫായിക്ക് പ്രതി ഉൻകി ജാഗരൂകത, ശുചിത്വത്തിൻ്റെ കാര്യത്തിലുള്ള അവരുടെ ജാഗരൂകത, അവരുടെ ശ്രദ്ധ. ജാഗരൂകത എന്ന് പറഞ്ഞാൽ ശ്രദ്ധ. അന്താസ തും ഇസ് ബാത് സേ ലഗാ സക്തേ ഹോ. അന്താസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് ബാത് സേ ലഗാ സക്തേ ഹേ, നിങ്ങൾക്ക് അനുമാനിക്കാൻ കഴിയും, നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയും. അന്താസ എന്ന് പറഞ്ഞാൽ അനുമാനിക്കുക. അഗർ സടക് പർ റോഡിൽ എന്തെങ്കിലും, അഗർ സടക് പർ ചലത്തെ ഹുയെ റോഡിൽ നടക്കുമ്പോൾ, ഉനെ കഹിബി കച്ചറ എന്ന് പറഞ്ഞാൽ എന്താ? മാലിന്യം. നസർ ആയ എന്തെങ്കിലും കച്ചറ കണ്ണിൽപ്പെട്ടാൽ, കച്ചറ നസർ ആയതോ വേ പഹലെ കച്ചറേക്കോ. അപ്പോൾ എന്തെങ്കിലും മാലിന്യം അവർ കണ്ടിട്ടുണ്ട്, ആദ്യം അവരെന്താ ചെയ്യുക? ആദ്യം അവർ ആ മാലിന്യം ഡസ്റ്റ്ബിന്നിൽ ഇടുകയാണ്. അല്ലാണ്ട് ഒന്നും കാണാത്ത പോലെ നടന്നു പോവുക അല്ല അവർ ചെയ്യുക. അതുകൊണ്ടാണ് അവരുടേത് അത്രയും വരുത്തി. മേ ഡാൽത്തെ ഹേ ഫിർ ആകെ ബർത്തെ ഹേ, എന്നിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ആകെ ബർത്തെ ഹേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകുക. ഓക്കെ. यहाँ फिर आगे बढ़ते हैं. यहाँ लोग अपने घर से, ഇവിടെ ആളുകൾ സ്വന്തം വീട്ടിൽ നിന്ന്, अपने घर से निकलने वाले, സ്വന്തം വീട്ടിലുള്ള കൂടെ കച്ചറെ, മാലിന്യങ്ങൾ, കൂടെ കച്ചറേക്ക് ഡസ്റ്റ്ബിൻ മേ ജമാ കർത്തേ ഹെ, ഡസ്റ്റ്ബിന്നിൽ കൂട്ടിയിടുന്നു. ജമാ കർത്തേ ഹെ എന്നറിയാം കളക്ട് ചെയ്യുക അല്ലെങ്കിൽ കൂട്ടിയിടുക. और फिर उसे एक ही जगह इकट्ठा कर देती है, ഇക്കട്ടാക്കർ, അങ്ങനെ ഒരു സ്ഥലത്ത് ശേഖരിച്ച്, ഗേത്തിക്ക് ലിയെ, ഗേത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷി. ഗേത്തിക്ക് ലിയെ ഗാദ് കി തര ഇസ്തമാൽ കർത്തേ ഹെ. ഗാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളം. വളത്തിൻ്റെ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നു. ഇസ്തമാൽ കർത്തേ ഹെ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഉപകാരപ്പെടുത്തുക, പ്രയോജനപ്പെടുത്തുക. ഓക്കെ. ഏസെ കഹാ ജാതാ ഹെ, എന്താണ് പറയപ്പെടുന്നത്? 130 साल पहले, അതായത് 130 വർഷം മുന്നേ, ഇസ് ഗാവ് കോ, ഈ ഗാവിനെ, ഹൈസെ കി ബീമാരീനെ പൂരി തരഹ് ജഗട്ട് ലിയ. അപ്പോൾ കോളറ, 130 വർഷം മുന്നേ കോളറ ഈ ഗ്രാമത്തെ പിടിമുറുക്കിയിരുന്നു. ജഗട്ട് ലിയ എന്ന് പറഞ്ഞാൽ പിടിമുറുക്കുക. മെഡിക്കൽ സുവിധ ന ഹോനേപ്പർ, അവിടെ വലിയ മെഡിക്കൽ സൗകര്യങ്ങളൊന്നുമില്ല. മെഡിക്കൽ സുവിധ എന്ന് പറഞ്ഞാൽ, സുവിധ എന്ന് പറഞ്ഞാൽ സൗകര്യം. മെഡിക്കൽ സൗകര്യങ്ങളൊന്നുമില്ല. ന ഹോനേക്കി വജസെ, ഒന്നുമില്ലാത്തതിനാൽ, ബീമാരി സെ ചുട്കാര പാനേക്ക് ഏക്ക് മാത്രം ഉപായിത്താം. അപ്പോൾ ഈ മെഡിക്കൽ സംവിധാനം ഒന്നുമില്ല, കോളറ പിടിപെട്ടു. അപ്പോൾ അവർക്ക് ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ, ചുട്കാര എന്ന് പറഞ്ഞാൽ എന്താണ്? മുക്തി നേടുക, രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. ബീമാരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, രോഗം. രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഏക്ക് മാത്രം ഉപായം, ഒരേ ഒരു ഉപായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായിരുന്നു? സഫായി കർണ, വൃത്തിയാക്കുക എന്ന ഒരു ഉപായം മാത്രമേ അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. ഗാവ് കെ ലോഗോं के मानना कि, അവിടുത്തെ ഗ്രാമവാസികൾ കരുതുന്നത് എന്താണ്? ഹമാരെ പൂർവജോനെ കഹാത്, നമ്മുടെ പൂർവികന്മാർ പറഞ്ഞിരുന്നത് എന്താണ്? തും സഫായി കെ ജരിയേക്ക് ഖുദ്കോ ബച്ചാ സക്തേ ഹെ, ശുചിത്വം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് സ്വയം രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ്
പൂർവികന്മാർ പറഞ്ഞത്. പൂർവജം എന്ന് പറഞ്ഞാൽ പൂർവികന്മാർ. സഫായി എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുക. സഫായിക്ക് ജരിയെ വൃത്തിയാക്കൽ മാത്രമാണ് ഖുദ് എന്ന് പറഞ്ഞാൽ അവനവൻ. ബച്ചാ സക്തേ ഹേ, അവനവന് രക്ഷ നേടാനുള്ള ഏക ഉപായം എന്താണ്? വൃത്തിയാക്കൽ മാത്രമാണ്. ഫിർ ചാഹേ വഹ് ഗാന ഹോ, ഗർഹ ഹോ, സമീൻ ഹോ, ഗാവ് ഹോ, പിന്നെ അവരെന്ത് ചെയ്താൽ അത് ഭക്ഷണമാവട്ടെ, വീടാകട്ടെ, ഭൂമിയാവട്ടെ, ഗ്രാമമാവട്ടെ, അല്ലെങ്കിൽ സ്വന്തം ശരീരം തന്നെ ആവട്ടെ, ശുചിത്വം എന്നത് ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ. ഇതിൻ്റെ കൂടെ 3 ചോദ്യോത്തരങ്ങളാണ് നമുക്കുള്ളത് അല്ലേ? ആദ്യത്തെ ചോദ്യം എന്താണ്? ആദ്യത്തെ ചോദ്യം ഇതാണ്, യഹാ ഗാവാല കി കോൺസി മനോദശ പ്രകട് ഹോത്തി ഹെ. ഇവിടെ ഗ്രാമവാസികളുടെ എന്ത് മനോഭാവമാണ് പ്രകടമാകുന്നത്? എന്ത് മനോഭാവമാണ് അവിടെ പ്രകടമാകുന്നത്? അവരെന്താണ്? അവരുടെ ഉത്തരവാദിത്തമാണ് അത് നമുക്ക് മനസ്സിലാവുന്നല്ലേ. അപ്പിന ഗാവ് സാഫ് സുതര രഖ്ന അപ്പിന ഹി കർത്തവ്യ ഹേ, ഇസ്സേ ലോക ബീമാരിയോ സെ ബച്ചാ സക്കെ. അപ്പോൾ അവർ ഈ സാഫ് സുതര വൃത്തിയാക്കി വെക്കുക എന്നുള്ളത് സ്വന്തം കർത്തവ്യമായി കരുതുന്നു. അങ്ങനെ ചെയ്ത രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം എന്നവർ കരുതുന്നു.